കേരളത്തിൽ UAPA ചുമത്തപ്പെട്ടിട്ടുള്ള ചുരുക്കം ചില കേസുകളിൽ ഒന്നാണ് കണ്ണൂർ കതിരൂരിലുള്ള മനോജ് കുമാർ എന്ന് പറയുന്ന RSS കാര്യകർത്താവിന്റെ കൊലപാതകം. 2015 സെപ്റ്റംബർ മാസം 1-ാം തീയതിയായിരുന്നു ഈ ഒരു ക്രൂരകൃത്യം നടന്നത്. അദ്ദേഹം സഞ്ചരിച്ചിരുന്ന ഒരു വാഹനത്തിന് നേരെ ബോംബുകൾ എറിഞ്ഞുകൊണ്ടാണ് CPM-ന്റെ ഗുണ്ടാ സംഘം അദ്ദേഹത്തെ വലിയ രീതിയിൽ പരിക്കേൽപ്പിക്കുകയും പിന്നീട് വാഹനത്തിൽ നിന്ന് വലിച്ചിറക്കി ക്രൂരമായിട്ട് വെട്ടിക്കൊല്ലുകയും ചെയ്തു. ഈ ഒരു സംഭവം കേരളത്തിന്റെ ചരിത്രത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് തന്നെ ഇന്ന് നിലനിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് മനോജ് കുമാർ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ ഇതുപോലെയുള്ള ഒരു ക്രൂരമായിട്ടുള്ള കൊലപാതകം നടത്താൻ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അങ്ങനെ ഒരു നിലപാടിലേക്ക് പോകേണ്ടി വന്നത് എന്ന് പരിശോധിക്കുമ്പോഴാണ് മനോജ് കുമാർ എന്ന് പറയുന്ന വ്യക്തി RSSന്റെ പ്രവർത്തനത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു ആദർശം എത്രത്തോളം വലിയ രീതിയിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾക്കറിയാം, നിരവധി രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് പേര് കേട്ടിട്ടുള്ള ഒരു സ്ഥലമാണ് കണ്ണൂർ. ഇന്ത്യയിൽ തന്നെ CPM-ന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം, 500-ൽ താഴെ പാർട്ടി ഗ്രാമങ്ങളുള്ള ഒരു പ്രദേശം. അപ്പോൾ നമ്മൾ ആ ഒരു ജില്ലയുടെ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സ്വാധീനം എത്രത്തോളം ഉണ്ടാകുമെന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത് നിരന്തരമായിട്ട് വലിയ തരത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പോലും കണ്ണൂർക്കാരനാണ്. പിണറായി എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ സ്ഥലം. അങ്ങനെ ജയരാജന്മാരും ഒരുപാട് ടീം വർക്കുള്ള കണ്ണൂർ ലോബി എന്നൊക്കെ പറയുന്ന തരത്തിൽ CPM-ന് കേരളത്തിൽ തന്നെ കണ്ണൂരാണ് ഇന്ന് ഏറ്റവും വലിയ ഒരു സംവിധാനമുള്ള ഒരു ജില്ല എന്നുള്ള രീതിയിൽ എല്ലാവർക്കും അതിനെ പറ്റിയിട്ട് പ്രത്യേകിച്ചൊരു അപൂർവമായിട്ടുള്ള ഒരു കാഴ്ചയായിട്ടൊന്നും കാണുന്നില്ല. ഇത് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ എന്നത്തെയും ഒരു ശക്തി കേന്ദ്രം എന്നുള്ള നിലയിൽ കണ്ണൂരിനെ നോക്കി കാണാം. അപ്പോൾ ഈ കണ്ണൂർ ജില്ലയിൽ എവിടെ സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM ഒഴികെ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമോ ഏത് സംഘടനയോ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ തൽക്ഷണം ഇല്ലായ്മ ചെയ്യുക എന്നുള്ള നിലപാടാണ് ഇവർ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1969-ലാണ് ഒരു സാധാരണ കരിങ്കൽ തൊഴിലാളിയായിരുന്ന വാടിക്കൽ രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു RSSന്റെ പ്രവർത്തകനെ അതിക്രൂരമായിട്ട് വെട്ടിക്കൊലപ്പെടുത്തുന്നത്. അതിനുശേഷം 1979, 10 വർഷം പിന്നെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ വിഷയങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ 10 വർഷങ്ങൾക്ക് ശേഷം വലിയ തരത്തിലുള്ള സംഘർഷങ്ങളാണ് ഈ പറയുന്ന അല്ലെങ്കിൽ കലാപങ്ങളാണ് യഥാർത്ഥത്തിൽ കണ്ണൂർ ജില്ലയിലുണ്ട്. അതിന്റെ ഒരു വലിയ ഒരു വിഷയങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു ഈ മനോജ് കുമാർ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചു. അപ്പോൾ ഇത്രയും വർഷങ്ങൾ നീണ്ടു നിന്ന കൊലപാതക പരമ്പരയായിരുന്നു. കതിരൂർ എന്ന് പറയുന്ന ഒരു കിഴക്കൻ കതിരൂർ, ഈ കിഴക്കൻ കതിരൂർ എന്ന് പറയുന്ന CPM-ന്റെ പാർട്ടി ഗ്രാമത്തിലെ ഏക RSSകാരനായിരുന്നു ഈ പറയുന്ന മനോജ് കുമാർ. അപ്പോൾ നമ്മൾക്കറിയാം, CPM-ന്റെ പാർട്ടി ഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരു RSSകാരൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം എത്രത്തോളം മാനസികമായിട്ടുള്ള ശക്തിയുള്ള ഒരു വ്യക്തി ആയിരിക്കണം എന്നുള്ളത് നമ്മൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. അത്രത്തോളം വലിയ രീതിയിൽ ക്രൂരമായിട്ടുള്ള പെരുമാറ്റങ്ങളും നിരന്തരമായിട്ട് കൊലപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളുമൊക്കെ ഇദ്ദേഹത്തിന് നേരെ നടത്തുമ്പോഴും അവിടെ നിന്ന് താമസം മാറാതെ അവിടെ തന്നെ മരണം വരെയും താമസിച്ച വ്യക്തിയാണ് കതിരൂർ മനോജ്. അപ്പോൾ ഇദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് CPM-നെയോ CPM-ന്റെ ഗുണ്ടകളെയോ ഒരു തരത്തിലും ഭയമില്ലായിരുന്നു. ഒരു പ്രാവശ്യം അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ നേരിട്ടിറങ്ങിയത് എന്നും കേരള രാഷ്ട്രീയത്തിൽ വലിയ തരത്തിൽ ചർച്ചയായിട്ടുള്ള TP ചന്ദ്രശേഖരൻ കൊലക്കേസിലെ കൊടിസുനി എന്ന് പറയുന്ന വ്യക്തിയാണ്. ആ കൊടിസുനി നേരിട്ട് ഈ പറയുന്ന മനോജ് കുമാറിനെ വധിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് പരാജയപ്പെടുത്തി കൊടിസുനിക്ക് അതിൽ തിരിച്ചടി കിട്ടുമെന്നുള്ള സമയത്ത് കൊടിസുനി ഓടിപ്പോയ ചരിത്രമാണ്. അപ്പോ ഇത്രക്ക് വലിയ രീതിയിൽ കൊടിസുനി എന്ന് പറയുന്ന ഒരു ഗുണ്ടാ നേതാവ് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു കൊടും ക്രിമിനൽ പോലും തിരിഞ്ഞോടേണ്ടി വരുന്ന ഒരു സാഹചര്യം കതിരൂർ മനോജിന്റെ മുമ്പിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ കൊലപ്പെടുത്തുക എന്നുള്ളത് നിസ്സാരമായിട്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല. ഒരുപാട് വർഷങ്ങൾ CPM ആസൂത്രണം ചെയ്തൊരു കാര്യമാണ്. ഇന്നും CPM-ന്റെ പാർട്ടി ഗ്രാമങ്ങളിൽ താമസിക്കുന്ന RSSകാർക്ക് സ്വസ്ഥതയും സ്വൈര്യവും കൊടുക്കാത്ത അവസ്ഥ തന്നെയാണ്. പലർക്കും സ്വന്തം വീട്ടിലേക്ക് വരാനായിട്ട് പോലും സാധിക്കാതെ വർഷങ്ങളായിട്ട് മറ്റ് പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾ നിരവധിയാണ്. അത് കണ്ണൂരിന്റെ വിവിധ മേഖലകളിൽ ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഒരു ഊരുവിലക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ളൂ. അതുപോലെയാണ് പാർട്ടി ഗ്രാമങ്ങളിൽ ഊരുവിലക്കുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവന്മാർ നിരന്തരമായിട്ട് ശ്രമിക്കുന്നത്. ഈ മനോജ് കുമാർ എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രവർത്തന സംവിധാനങ്ങളെ കൃത്യമായിട്ട് തോൽപ്പിക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയായിരുന്നു CPM നേതൃത്വം. അതിന്റെ പേരിലാണ് അദ്ദേഹത്തെ വധിക്കാൻ വേണ്ടി ശ്രമിച്ചതും നിരന്തരമായിട്ട് അതിനുള്ള ഒരു ശ്രമങ്ങൾ നടത്തിയതും അത് അവർ നടപ്പിലാക്കിയത്. ഇതിന്റെ പ്രധാന പങ്കാളിയായിട്ട് നിലകൊള്ളുന്ന അല്ലെങ്കിൽ ഇതിന്റെ ബുദ്ധി കേന്ദ്രമായിട്ടുള്ളത് ജയരാജനാണ്, P. ജയരാജൻ. അദ്ദേഹം
അദ്ദേഹത്തിന്റെ ഒരു തിരുവോണ ദിവസം RSSന്റെ പ്രവർത്തകർ ഈ പറയുന്ന ജയരാജന്റെ വീട്ടിൽ കയറി ജയരാജനെ ക്രൂരമായിട്ട് വെട്ടിക്കൊലപ്പെടുത്താനുള്ള ഒരു ശ്രമം നടത്തി എന്നുള്ള ഒരു സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ കണ്ണൂർ ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ ജയരാജന്റെ കൊലപാതകത്തിൽ പങ്കാളിയാണ്, അല്ലെങ്കിൽ അതിൽ ഈ പറയുന്ന മനോജ് കുമാറിന്റെ ബുദ്ധിയാണ് അന്ന് അവിടെ ഉണ്ടായതെന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ, ആ ഒരു പകയാണ് യഥാർത്ഥത്തിൽ മനോജ് കുമാറിനെ വധിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അപ്പോൾ നിസ്സാരക്കാരനായിരുന്നില്ല ഈ മനോജ് കുമാർ എന്ന് പറയുന്നത്. വലിയ രീതിയിൽ RSSന്റെ ശാരീരിക് ശിക്ഷൺ പ്രമുഖ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ജില്ലാ ചുമതല വഹിച്ചിരുന്ന വ്യക്തി കൂടിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തന പരിചയവും സ്വയം സേവകർക്കിടയിലുള്ള അദ്ദേഹത്തിന്റെ സ്വാധീനവും എല്ലാം അദ്ദേഹത്തിന്റെ സുരക്ഷിതത്വത്തിന് എപ്പോഴും ഒരു ആക്കം കൊടുത്തിരുന്നു. അപ്പോൾ നിരന്തരമായിട്ടുള്ള വധശ്രമങ്ങളും അല്ലെങ്കിൽ നിരന്തരമായിട്ടുള്ള കൊലപാതക പരമ്പരകളും കണ്ണൂർ ജില്ലയിലെ പല മേഖലകളിൽ നടക്കുമ്പോഴും ഒരു ഭയവുമില്ലാതെ പാർട്ടി ഗ്രാമത്തിൽ അന്തി ഉറങ്ങിയിരുന്ന, അല്ലെങ്കിൽ തന്റെ സംഘടനാ പ്രവർത്തനത്തിന് ശേഷം ഈ സ്ഥലത്തേക്ക് തന്നെ വന്ന് താമസിക്കുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു അദ്ദേഹം. അപ്പോൾ ഒരു രീതിയിലും CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അവരുടെ ഗുണ്ടാ സംഘങ്ങളെയോ പാർട്ടി നേതൃത്വത്തെയോ ഭയപ്പെടാത്ത ഒരു കാര്യകർത്താവ് തന്നെയായിരുന്നു ഇദ്ദേഹത്തെ പോലെയുള്ള നിരവധി RSSന്റെ പ്രവർത്തകർ ഇന്നും കണ്ണൂർ ജില്ലയിലെ വിവിധ മേഖലകളിൽ സജീവമായിട്ട് തന്നെ പ്രവർത്തിക്കും. കണ്ണൂർ ജില്ല എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ എല്ലാ സ്ഥലങ്ങളിലും സംഘർഷമുണ്ട് എന്നുള്ള ഒരു സംഭവമൊന്നുമില്ല. സംഘർഷം എപ്പോഴും പ്രധാനമായിട്ട് ഉള്ള ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ തലശ്ശേരി, കൂത്തുപറമ്പ്, അതോടൊപ്പം തന്നെ പാനൂർ പോലെയുള്ള മേഖലയിലാണ്. അപ്പോൾ ഈ പ്രദേശങ്ങളിൽ CPMഉം RSSഉം തമ്മിൽ പലപ്പോഴായിട്ട് ഏറ്റുമുട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്, കലാപ സമാനമായിട്ടുള്ള അന്തരീക്ഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ സമയങ്ങളിലെല്ലാം തന്നെ ഇവിടെ കേരളത്തിൽ പല ഘട്ടങ്ങളിലായിട്ട് ഭരിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിലേക്ക് CPMന്റെ പ്രവർത്തകരെയും ഗുണ്ടകളെയും എന്നും സംരക്ഷിക്കാനായിട്ട് LDFന്റെ സർക്കാർ കൃത്യമായിട്ട് അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ അന്നു മുതൽക്കേ ചെയ്തു പോന്നിട്ടുണ്ട്. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ ബോംബ് രാഷ്ട്രീയം കണ്ണൂരിൽ എന്നൊക്കെ പറഞ്ഞ് ഇടക്കിടക്ക് വാർത്തകൾ വരേണ്ട ആവശ്യമുണ്ടോ? എന്തെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരു നല്ല കാര്യം എന്നുള്ള രീതിയിലേക്ക് കണ്ണൂരിൽ CPM എന്ന് പറയുന്ന സംവിധാനത്തിന്റെ ഉള്ളിൽ നിന്ന്, അല്ലെങ്കിൽ അവരുടെ ഒരു വാർത്ത എപ്പോഴെങ്കിലും ആരെങ്കിലും കേൾക്കാറുണ്ടോ? ഏതെങ്കിലും രാഷ്ട്രീയക്കാരെ അല്ലെങ്കിൽ എതിരാളിയെ വെട്ടിക്കൊലപ്പെടുത്തിയ ഒരു പേരുമായിട്ടാണ് CPMകാർ മുന്നോട്ട് വരിക, അല്ലെങ്കിൽ അവരുടെ ഗുണ്ടകളെ സംരക്ഷിക്കുന്നു എന്നുള്ള വാർത്തയാകാം, അല്ലെങ്കിൽ അവർ കുഴിച്ചിട്ട് അല്ലെങ്കിൽ അവർ ഒളിപ്പിച്ചു വെച്ച ബോംബ് വല്ല കുട്ടികളും പറമ്പിൽ കളിക്കാൻ ഇറങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ തേങ്ങ പറക്കാനായിട്ട് ഏതെങ്കിലും ഒരു മുതിർന്ന വ്യക്തിയൊക്കെ ഇറങ്ങുന്ന സമയത്ത് അവരുടെ കയ്യിൽ ഇരുന്നു കൊണ്ട് ആ ബോംബ് പൊട്ടുന്ന ചരിത്രമൊക്കെയാണ് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. പലരും മരിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇങ്ങനെ നിരന്തരമായിട്ടുള്ള വാർത്തകളിൽ നിറയുക എന്നല്ലാതെ കണ്ണൂർ ജില്ലയിലെ ഈ പറയുന്ന പ്രദേശങ്ങളിൽ നിന്ന് ഒരു നല്ല വാർത്ത നമ്മളാരും കേൾക്കാറില്ല. ഇതിന്റെ പ്രധാന കാരണക്കാർ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഇന്ത്യയിലെ തന്നെ അവരുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രത്തിൽ ഒരു വിള്ളൽ ഉണ്ടാവുക, അവരുടെ പ്രവർത്തനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പോരായ്മ ഉണ്ടാകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തെയാണെങ്കിലും ഏത് സംഘടനയാണെങ്കിലും അവരില്ലായ്മ ചെയ്യും. ഇതിൽ യുവമോർച്ചയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായിരുന്ന KT ജയകൃഷ്ണൻ മാസ്റ്ററെ പോലും കുട്ടികളുടെ മുന്നിലിട്ടുകൊണ്ട് സ്വന്തം ക്ലാസ് മുറിയിൽ സ്കൂളിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് അദ്ദേഹത്തെ അധ്യാപകനായിരുന്ന KT ജയകൃഷ്ണൻ മാസ്റ്ററെ പോലും വെട്ടിക്കൊലപ്പെടുത്തിയ ചരിത്രമുള്ള ഒരു പ്രസ്ഥാനമാണ്. അപ്പൊ ഇവരുടെ കണ്ണിൽ ചോരയില്ലാത്ത കലാപരിപാടികൾ ഇന്നും കണ്ണൂര് ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിൽ 1% പോലും സംശയമില്ലാത്ത കാര്യമാണ്. എങ്ങനെയാണെങ്കിലും കതിരൂർ മനോജ് എന്ന് പറയുന്ന മനോജ് ഏട്ടന് ഈ ഒരു സമയത്ത് പ്രണാമം അർപ്പിക്കുന്നു.